ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത്. ഒരു സൗജന്യങ്ങൾ കൊടുക്കുന്നു, ജനങ്ങളെ സുഖിപ്പിക്കുന്നത് ഭരണ താല്പര്യങ്ങളാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എന്താ പറയാ, ജനങ്ങൾക്ക് വേണ്ടി അവരിലേക്കായിട്ട് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു മുഖ്യമന്ത്രി പദവിനെ ബഹുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ബഹുമാനം നമുക്ക് ഈ പറയുന്ന 3 പേരും കസേരകളി നടത്തുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ബഹുമാനം നമുക്ക് തോന്നുന്നില്ല. ആസ് എ ന്യൂ ജനറേഷൻ ഗേൾ എന്നുള്ള നിലയിൽ ശരീരത്തിലെ കുറഞ്ഞു. അങ്ങനെ മീൻ വിറ്റ് വൈറലായ ചാള ഹനാൻ വീണ്ടും എയറിലായിരിക്കുവാണ്. കഴിഞ്ഞ ദിവസം തമ്മിൽ എന്നൊരു പരിപാടിയിലേക്ക് പോയി. ശ്രീകണ്ഠൻ നായരുടെ ഷോയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി മെൻസ് കമ്മീഷൻ്റെ അജിത് കുമാർ വലിച്ചു കീറി എയറിലേക്ക് വിട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറയാനും ശേഷം ഞാൻ അവിടെ വീഡിയോസൊക്കെ വെച്ച് തരാം. അപ്പം ഈ ഹനാനെ ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഈ ഹനാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രധാരണത്തിലല്ല കാര്യം, ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കാര്യം എന്നാണ് ഹനാൻ പറയുന്നത്. അപ്പം ഈ വസ്ത്രം ഇട്ടില്ലേലും എന്ത് തോന്നിവാസമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലും അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുണ്യപ്രവൃത്തി എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സുകൾ, പ്രത്യേകിച്ച് ലേഡീസ് സ്ത്രീകൾ ധരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. അതല്ല തോന്നിവാസം ഇട്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. എന്നുവെച്ചാൽ കീറിയതും ഒരു ശകലം പോലും ശരീരത്തിൽ തുണിയില്ലാത്ത രീതിയിൽ നടക്കുന്ന സ്ത്രീകൾ വരെ നമ്മളെ കേരളത്തിനകത്ത് ഉണ്ട് ഇല്ലെന്നല്ല, ഉണ്ട്. 100% ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിനോട് താല്പര്യമില്ല. പക്ഷേ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് നല്ലതുപോലെ നടക്കുന്ന സ്ത്രീകളെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ട് മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ 4 പേരിലേക്ക് ഈ വീഡിയോസൊക്കെ എത്തത്തുള്ളൂ. അതുപോലെ ഫോളോയും കൂടെ ചെയ്ത് നോക്കണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഹനാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 1 മാസം മുമ്പ് പ്രിയദർശിനി തുടങ്ങുന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ട അഭിപ്രായം പറഞ്ഞാണ്. വേറൊന്നുമല്ല, മുഖ്യമന്ത്രി വി ഡി സതീശനെ ലോക തോൽവിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ. പ്രിയദർശിനി എന്നൊരു സംഭവം ലോക തോൽവിയാണ്, 6 മാസം പോലും ഓടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തമ്മിൽ എന്നൊരു പരിപാടിയിൽ ഹനാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തായാലും അജിത് കുമാർ ഒരു മേഡോ ഇതിനകത്ത്. ബിഗ് സല്യൂട്ട് കേട്ടോ. 2 പേരും കൂടെ ഹനാനെ പിടിച്ച് എയറിൽ നിന്ന് അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ വല്ല സ്പേസിലോട്ടോ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്നാൽ അങ്ങോട്ടും കൂടെ കയറ്റി വിട്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാനൊരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും കൂടെ ചെയ്യണം. അജിത് കുമാർ, ശരിക്കും ഈ ഡ്രസ് കോഡ് നമ്മുടെ നാട്ടിലുണ്ട്. ചില ജോലികൾക്കൊക്കെ കോടതി പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നഴ്സുമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ട്. എന്നാൽ പൊതുവേ ചില ആളുകൾ പറയുന്നത് കേട്ടുള്ളൂ, അവൾ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ടതാണ് ഇങ്ങനൊരു അക്രമം ഉണ്ടായത്. അപ്പോൾ ആളുകളെ പ്രലോഭിപ്പിക്കുന്നതും ഒക്കെ വസ്ത്രധാരണമാണെന്ന് പറയുന്ന പുരുഷന്മാർ നമ്മുടെ നാട്ടിൽ ചില്ലറയല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. യെസ്, നന്നായി. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമ്മുടെ സ്നേഹം ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു. ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും, പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. മറുപടി വേണ്ടേ? തീർച്ചയായിട്ടും.
പറഞ്ഞോളൂ. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണോ ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. അല്ലെ, താങ്കളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഞങ്ങളുടെ വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശം. ഈ അജിത് കുമാർ ഇയാൾ പറഞ്ഞതുപോലെ എനിക്കും സത്യം പറഞ്ഞാൽ ഈ അനാന ഇഷ്ടമായിരുന്നു. എനിക്കെന്നല്ല, എല്ലാ ആളുകൾ, കേരളത്തിലെ മലയാളികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. ഈ അനാൻ എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ പോയി ഫീസ് കൊടുക്കാൻ വകയില്ലാതെ മീൻ വിറ്റ് നടന്ന് വൈറലായ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇവർ ഈ കുട്ടിയുടെ ആ ഒരു ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാണ്. പിന്നെ കയ്യിലേക്ക് പൈസ വന്നു തുടങ്ങിയതോടുകൂടി സ്വഭാവം മാറി, ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ നീളം കുറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് വൻ വിവാദങ്ങൾ വരെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകളെ ബഹുമാനിക്കുമോ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടില്ലേ, എല്ലാം താങ്കൾ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു ബഹുമാനമൊക്കെ കൊടുക്കാതെ ഒരു ഷോയിൽ വന്ന് ഇരുന്നെന്നും പറഞ്ഞിട്ട് ഇത്രയും ഇതായിട്ട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം നമ്മൾ പറയുമല്ലോ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് അവിടെ ഇരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഇത്രയും ഒരു വൃത്തികെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സംസാരം ഉണ്ടല്ലോ. അതാണ് ഇവിടെ ഞാൻ കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഇങ്ങനൊരു സംസാരം ഉണ്ടല്ലോ, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരൊക്കെ ഒന്നുമില്ലെങ്കിലും ഒരു 10, 20, 30, 40 വയസ്സിന് മൂത്തതാണ്, കുറേ ഓണം കൂടുതലുണ്ടവരാണ്. അവരോടൊക്കെ ചെറിയ രീതിയിലൊന്ന് ബഹുമാനം കൊടുക്കായിരുന്നു ഹനാന് അല്ലേ. ഈ ബാക്കിയും കൂടെ ഒന്ന് പറഞ്ഞുതരാം. പിന്നെ വസ്ത്രദാനത്തിൻ്റെ കാര്യം പുള്ളി പറഞ്ഞത് ശരിയാണ്. ആദ്യമൊക്കെ നമുക്ക് എല്ലാവരും ഇഷ്ടമായിരുന്നു. പിന്നെ വസ്ത്രത്തിൻ്റെ നീളങ്ങൾ കുറഞ്ഞു. പിന്നെ പല കോപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടി എല്ലാം നമ്മൾ കണ്ടു. അതിൽ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കും ഈ അനാന ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. നിങ്ങളുടെ ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ വിഷയം വരുന്നത് ആദ്യം മനസ്സിലാക്കണം. ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റാ അല്ല. ഒരു സെക്കൻഡ്, അജിത് കുമാറിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടി കീറി കളഞ്ഞു. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം സംസാരിക്കരുത്. താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. എന്റെ അവസരമാണ്. ആ സമയം ഞാൻ സംസാരിക്കും. ഒരുപാട് പേര് താങ്കളെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. വസ്ത്രധാരണം, താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോ അത് പുതിയൊരു താങ്കളുടെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാവരും ഒരേപോലെയാണ് കരുതരുത്. എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. താങ്കളുടെ കാര്യം, എല്ലാവരുടെയും കാര്യം പറഞ്ഞില്ല. താങ്കളെ സപ്പോർട്ട് ചെയ്യും. മറ്റേ അയാൾ പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുള്ളതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകൾ പ്രാർത്ഥിക്കുക വരെ ചെയ്തിട്ടുണ്ട് അല്ലേ. അയ്യോ എൻ്റെ മോളാണ്, എൻ്റെ പൊന്നാണെന്ന്, കരളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയാണ് ഇന്നിപ്പം ഇങ്ങനെ ഇരുന്ന് ഇത്രയും രീതിയിൽ സംസാരിക്കുന്നത് ഓർക്കുമ്പോഴത്തേക്കല്ലേ. ഇത് ഞാൻ മുഖ്യമന്ത്രി വി ഡി സതീശനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം, പ്രിയദർശിനിയുമായിട്ട് ബന്ധപ്പെട്ട്. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നാണ് കോൺഗ്രസ്സുകാരെന്ന ഉള്ളൊരു രീതിയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനും ടീമും എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സത്യത്തിൽ നമ്മളിവിടെ അനാൻ്റെ കേസിനകത്താണ് ഇത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അനാനാണ് ഇവിടെ പാലം കടന്നു കഴിഞ്ഞ് പാലം കടക്കോളം നാരായണ എന്ന് വിളിച്ചിട്ട് പാലം കടന്നിട്ട് കൂരായണ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ഇവിടെ പുള്ളിക്കാരിക്ക് കിട്ടേണ്ടതെല്ലാം സോഷ്യൽ മീഡിയ വഴി റീച്ചും കാര്യങ്ങളെല്ലാം കിട്ടി. കുറച്ച് 10 കാശ് സോഷ്യൽ മീഡിയയിലൂടെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു. പാലം കടന്നതെല്ലാം കൂരായണ എന്നായി. പിന്നെ ഈ പറഞ്ഞ പോലെ സംസാരം കണ്ടില്ലേ, എന്തൊരു മോശമായിട്ടുള്ള സംസാരമാണ് അല്ലേ. അയാൾ നല്ലൊരു ബഹുമാനത്തോടു കൂടിയാണ് അങ്ങോട്ട് ആദ്യം സംസാരിച്ചത്. ആ ബഹുമാനം തിരിച്ചു കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങാരെ വായിരിക്കുന്നതും കേൾക്കേണ്ട വന്നത്. ഇനി ബാക്കിയും കൂടെ ഞാനിവിടെ വെച്ച് തരാം, അതും കൂടെ കണ്ടു. ഓക്കെ,
ഒരു മേഡം ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ആ മേഡത്തിന് ഒരു ഒന്നുമില്ലെങ്കിലും അമ്മൂമ്മയുടെ പ്രായമുണ്ട് അവർക്ക്, ആ ലേഡിക്ക്, സ്ത്രീക്ക്. അവരെ പോലും ബഹുമാനിക്കാത്ത ഒരു അനാനയാണ് ഞാൻ ഇവിടെ കണ്ടത്. പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, ഇച്ചിരെങ്കിലും ബഹുമാനം. ഈ മലയാളികളെല്ലാം എടുത്ത് തലയെ വെച്ച് കിടന്നൊരു സാധനമാണെന്ന് നോക്കുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കിയേ. ഇത്രയും അഹങ്കാരം പാടില്ല ആരാണെങ്കിലും. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവരൊക്കെ പറഞ്ഞത് ഉള്ള തന്നെയാണ്. മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ആളുകൾക്ക് മാത്രമേ പബ്ലിക്കിൽ വിലയുള്ളൂ. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് മഞ്ജു പിള്ളയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. മഞ്ജു പിള്ളയുടെ മകൾ ദിയ ഈ എന്തിൻ്റെ ഈ മോഡലിംഗ് ആണെങ്കിലും ശരി, മോഡലിങ്ങിന് എന്തോ നല്ല ഡ്രസ്സൊന്നും, ശരീരത്തിൽ തുണി കയറുന്ന തരത്തിലുള്ള ഡ്രസ്സൊന്നും ഇട്ടൂടെ? അതോ തുണിയില്ലാത്ത ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ മോഡലിങ്ങിൽ ഫസ്റ്റ് പ്രൈസ് എടുത്ത് കയ്യിലോട്ട് വരുമോ? ഇതൊക്കെ മാറ്റണം ഈ ചിന്താഗതിയൊക്കെ. നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും മോഡലിംഗ് ചെയ്യാന്നുള്ള ചിന്താഗതിയൊക്കെ നമുക്ക് കൊണ്ടുവരണം. ആ ഒരു ഇതിലേക്ക് സിസ്റ്റം മാറ്റണം. ഇത് കുറേ പണ്ടത്തെ കാര്യം. സത്യം പറഞ്ഞാൽ ഇവരാണ് പുരോഗമന ചിന്താഗതി കൊണ്ട് കിടക്കുന്നത്. പണ്ടത്തെ തുണിയില്ലാതെ നിന്ന് കഴിഞ്ഞാലേ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. ഓക്കെ, ഇനി ആ മേഡം പറയുന്നതും കൂടെ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടുപോകെ. ഡ്രസ്സിനെ കുറിച്ച്, ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ച് പൊതുവിടെന്ന് പറയുന്ന പൊതുസമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ പരിമിതിയുണ്ട്. ഹനാനെ ചൂണ്ടി തന്നെ ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം, ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വിട്ട് കിടന്ന കുട്ടിയായിരുന്നു. സ്നേഹവും സമാധാനവും കുട്ടി വളരും തോറും ശരീരത്തിലെ തുണി കുറഞ്ഞു വരിക. അപകടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു നടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ ബിക്കിനി ഇട്ടിട്ടോ മാന്യമല്ലാത്ത വസ്ത്രം സംസാരിക്കൂ. എന്ത് മാന്യമല്ലാത്ത വസ്ത്രമാണ് താങ്കൾ കണ്ടത്? സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അനാൻ്റെ എത്ര ഫോട്ടോസ് അനാൻ്റെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിന് ബിക്കിനി ഇടുന്നത്? അതിലും വലിയ ഫോട്ടോഷൂട്ടൊക്കെയാണ് നടത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമയത്ത് കോലാഹലം തന്നെ ഉണ്ടായിരുന്നേ. ശരി, ഇപ്പം ഈ മേഡം പറഞ്ഞല്ലോ, സത്യം പറഞ്ഞ ഈ മേഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. ഒരു ലൈക്ക് കൊടുത്തേക്കണേ. വേറെ ഒന്നുമല്ല, ഇതുപോലുള്ള ആളുകൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്ക് കുറേ ന്യൂ ജനറേഷൻ ടീമുകൾ പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ടല്ലോ. ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ നമ്മൾ കുടുംബത്തിൽ പിറന്ന ആളുകൾ. ഈ ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരാളുടെ ഒരു സംസ്കാരമാണ്. ഇപ്പോൾ ആദ്യം തന്നെ മറ്റേ അജിത് കുമാർ പറഞ്ഞല്ലോ, മെൻസ് കമ്മീഷൻ അജിത് കുമാർ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാൾ ഇനി എത്ര സൽപ്രവൃത്തി ചെയ്യുന്ന ഒരാളാണെങ്കിലും, എത്ര വലിയ ഒരു സ്വഭാവത്തിന് ഉടമയാണെങ്കിലും, അയാളെ കാണുമ്പോൾ നമുക്ക് അയാളെ ഡ്രസ്സിങ്ങിൽ ഉണ്ടല്ലോ, മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് വരുന്ന ഒരാളാണെങ്കിൽ അയാളോട് നമുക്കൊരു ഇൻട്രാക്ഷൻ തോന്നും, ഒരു സ്നേഹം തോന്നും, പ്രത്യേക ഒരു കാര്യം തോന്നും. നേരെ മറിച്ച് ഒരു തുണി പോലും ഇല്ലാതെ കീറിപ്പറഞ്ഞ് അറ്റവും മൂലവും കാണിച്ചിട്ട് ഒരു ശരീരത്തിൻ്റെ എല്ലാം എക്സ്പോസ് ചെയ്ത രീതിയിൽ വരുന്ന ഒരാളെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അവരോടൊരു ബഹുമാനവും തോന്നത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, അതങ്ങനാണ്. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ന്യായീകരിക്കല്ലോ. അങ്ങനെ കുറേ ടീമുകളുണ്ടല്ലോ, രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടല്ലോ. ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുമുണ്ട്, ഇതിനെ ന്യായീകരിക്കാത്ത ആളുകളുമുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ ആനാൻ്റെ അന്ന് മുഖ്യമന്ത്രി VD സതീശനെ പറ്റി കുറച്ച് ഈ പ്രിയദർശനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടവർക്കറിയാം. സൗജന്യ യാത്ര എത്ര ദിവസം ഉണ്ടാവും? ഒന്ന് വെല്ലു വിളിക്കട്ടെ. ഈ സൗജന്യ യാത്ര എന്ന് പറയണത് ഈ പാലം കിടക്കുന്നോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയായിരിക്കും. ഇനി ഇതിനേക്കാളും ഇനി നിങ്ങൾ കണ്ടോ, ഞാൻ വേണമെങ്കിൽ വെല്ലുവിളിച്ച് എഴുതി പറഞ്ഞുതരാം. ഇപ്പൊ സാധാരണ വരുന്ന ഫെയറിനേക്കാളും ഇനി 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടോ കോൺഗ്രസ് ഈ പറയുന്ന പദവി KSRTCക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തലാക്കുകയും പിന്നെ ഇപ്പൊ സൗജന്യം കൊടുത്തതിന്റെ കണക്ക് മുഴുവനും വെച്ചിട്ട് ഇരട്ടി ചാർജസ് ഈടാക്കാനുള്ള ചാൻസുമാണ് ഇതിൽ കാണുന്നത്. അല്ലാതെ ഇപ്പോ ജനങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു സൗജന്യങ്ങൾ കൊടുക്കുന്നു, ജനങ്ങളെ സുഖിപ്പിക്കുന്നത് ഭരണ താല്പര്യങ്ങളാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്.
നമുക്ക് എന്താ പറയാ ജനങ്ങൾക്ക് വേണ്ടി അവരിലേക്കായിട്ട് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു മുഖ്യമന്ത്രി പദവിനെ ബഹുമാനിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ബഹുമാനം നമുക്ക് ഈ പറയുന്ന 3 പേരും കസേരകളി നടത്തുമ്പോൾ നമുക്ക് ഒരു രീതിയിലുള്ള ബഹുമാനം നമുക്ക് തോന്നുന്നില്ല. ആസ് എ ന്യൂ ജനറേഷൻ ഗേൾ എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, നമുക്ക് ഒരു രീതിയിലുള്ള ബഹുമാനം നമുക്ക് തോന്നുന്നില്ല. പിന്നെ കേവലം കുറച്ച് KSRTC യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ സൗജന്യ സീറ്റ് കൊടുത്തുകൊണ്ട് ഒരു യാത്ര ഫ്രീ നൽകിയോണ്ടോ മാത്രം ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടല്ലോ. അപ്പം ഇതാണ് ഹനാൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ തലയിൽ കൊണ്ടിടുന്ന ഒരു ഹനാനുണ്ടല്ലോ, ആ ഹനാനാണോ? അല്ല, ഇത് അഹങ്കാരത്തിന് കൈയും കാലും പിടിച്ചൊരു ഹനാനെയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാളോടും ഒരു ബഹുമാനമില്ല, ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു മുതിർന്ന ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയാത്ത ഒരു ഹനാനെയാണ് ഇപ്പം സത്യം പറയാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അവനവൻ്റെ കുഴി തോണ്ടുമെന്നൊക്കെ പറയുമല്ലോ. നല്ല രീതിയിൽ നിന്നായിരുന്നെങ്കിൽ എല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്തേനെ, എല്ലാ ജനങ്ങളും സ്നേഹിച്ചേനെ. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ